എനിക്ക് തോന്നിയിട്ടുണ്ട് കേരളത്തിൽ അഴിമതി കുറവുള്ളത് കൊണ്ടാണ് ഇത് പലതും നടക്കാത്തത്. അതെ, വാസ്തവ. അപ്പം നമുക്ക് വാസ്തവ, ഞാനിത് കൃത്യമായിട്ട് പറയാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ തമിഴ്നാട്ടിലൊരു പ്രോജക്റ്റ് വളരെ എളുപ്പമാണെന്ന് എല്ലാവരും പറയും. ഞാൻ അവിടെ പല പ്രോജക്റ്റ് നടത്തിയിട്ടുള്ള ആളാണ്. എനിക്കും അവിടെ ലാൻഡ് ഉണ്ട്. ഞാൻ ആ ലേബർ ഇന്ത്യ എന്ന് പറയുന്ന പ്രസിദ്ധീകരണത്തിന്റെ തമിഴ് വേർഷൻ ഞാൻ പ്രസിദ്ധീകരിച്ചിരുന്നതാണ് അവിടെ. അവിടുത്തെ കാര്യം എങ്ങനെയാണെന്നറിയോ? നിങ്ങൾ കരുതുന്ന പോലെ അവിടെ എല്ലാം ഈസി ആയതുകൊണ്ടോ അവിടെ ഒരു അഴിമതി ഇല്ലാത്തത് കൊണ്ടോ ഉദ്യോഗസ്ഥന്മാരെ നമ്മളൊന്നും ഇങ്ങോട്ട് സഹായിക്കുന്നതുകൊണ്ടോ ഒന്നുമല്ല. അവിടെ ഒരു സിസ്റ്റം ഉണ്ട്. ഇപ്പം ഞാൻ എൻ്റെ ഒരു പ്രോപ്പർട്ടിയിൽ ഒരു പുതിയൊരു പ്രോജക്റ്റ് തുടങ്ങാൻ ശ്രമിച്ചപ്പം അത് അഗ്രികൾച്ചർ ലാൻഡാണ്. ഞാൻ വാങ്ങുമ്പോൾ അത് കൺവേർട്ട് ചെയ്ത് തരും, ആപ്ലിക്കേഷൻ കൊടുത്താൽ മതി. പക്ഷേ ആ ആപ്ലിക്കേഷൻ കൊടുത്താൽ സെക്രട്ടേറിയറ്റ്, തമിഴ്നാടിൻ്റെ ചെന്നൈയിലെ സെക്രട്ടേറിയറ്റ് വരെ പോയി അപ്രൂവൽ ആയിട്ട് വരണം. അതിന് അവരെൻ്റെ അടുത്ത് വ്യവസ്ഥ വെച്ചത് ഇതാണ്: 25 ലക്ഷം രൂപ ഒരാളെ ഏൽപ്പിക്കുക. അയാൾ 3 മാസം കൊണ്ട് ഈ പെർമിറ്റ് എല്ലാം ആക്കിക്കൊണ്ടുവരും. അത് താഴെ മുതൽ മുകളിൽ വരെ എല്ലാവർക്കും കൃത്യമായ ഫീസുണ്ട്. അത് കൊടുത്ത് ഇത് വന്ന് സമയബന്ധിതമായിട്ട് ഈ പറഞ്ഞ ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ആക്കി കയ്യിലേക്ക് തരും. ഇതിനവിടെ കൃത്യമായിട്ടുള്ളൊരു സിസ്റ്റം ഉണ്ട്. അഴിമതിക്ക് ഒരു സിസ്റ്റം ഉണ്ട്. അല്ല, അപ്പോൾ അങ്ങനെയാണെങ്കിൽ അപ്പൊ ഞാനീ പറഞ്ഞത്, ഈ 100 കോടിയുടെ പ്രോജക്റ്റ് നടത്താൻ പോകുന്നവന് 25 ലക്ഷം രൂപ ഒരു അഴിമതി അല്ല. അവനത് പ്രശ്നമല്ല. മനസ്സിലായില്ലേ? അത് ഗവൺമെന്റിനും അറിയാം, ഇൻവെസ്റ്റ് ചെയ്യുന്നവനും അറിയാം. കണ്ടുപിടിക്കുന്നവർക്ക് മാത്രം നിയമപരമായിട്ട് കേരളത്തിൽ നടപ്പാക്കിയ പോരെ? നിയമപരമായി അല്ലാതെ നടക്കുന്നുണ്ടല്ലോ. പിന്നെ അല്ല, അപ്പൊ ഇത്ര ഫാസ്റ്റ് ആയിട്ട് നടക്കും. ഞാൻ പറഞ്ഞത് തമിഴ്നാട്ടിൽ നിന്നല്ല, മിക്ക സ്റ്റേറ്റുകളിലും ഇങ്ങനെയാണ് കാര്യം നടക്കുന്നത്. ഉദ്യോഗസ്ഥന് കൊടുക്കേണ്ട അഴിമതി, കൈക്കൂലി നിയമപരമായിട്ട് മേടിച്ചു കൊടുക്കുക. അപ്പൊ പ്രശ്നം കഴിഞ്ഞില്ലേ? അല്ല, ഇത് ഈ കട്ട് നിന്ന് ശീലിച്ച കട്ട് തിന്നാലൊരു സുഖമുള്ളൂ. നേരെ മുമ്പിൽ വിളമ്പി കഴിയുമ്പോൾ അവനത് കഴിക്കില്ല. വേണ്ടെന്ന് പറയും. ഇരുട്ടിന്റെ മറവിൽ ചെന്നാൽ തിന്നുന്നതിൻ്റെ ഒരു സുഖമുണ്ടല്ലോ. അല്ല, ഇത് മാറ്റുക എന്നുള്ളത് എല്ലാ മലയാളിയുടെയും ആവശ്യം. അല്ല, അതിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രബുദ്ധത കൂടുതലും സാമൂഹ്യ ബോധം കൂടുതലായതുകൊണ്ട് നമ്മൾ ഇതിനെ സമ്മതിക്കില്ല. ഈ അഴിമതിയെ സിസ്റ്റമാറ്റിക് ആക്കാൻ നമ്മൾക്ക് പറ്റില്ലല്ലോ. പെർഫോമൻസ് ബോണസ് അതാണ് ചെയ്യേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഇൻസെന്റീവായിട്ടോ ഇൻസെന്റീവായിട്ട് ഗവൺമെന്റ് ജോലിക്കാർക്ക് ഇതൊക്കെ കൊടുത്താൽ രാഷ്ട്രീയക്കാർക്കും വേണോ അത്? ഇപ്പൊ രാഷ്ട്രീയ